ജീവനും ജീവിതവും എന്ന ബൈബിൾ പഠന സീരീസിന്റെ 164-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷവും ആസ്വാദ്യതയും അനുഭവിക്കുന്നതിന്റെ അടിസ്ഥാനവും പ്രായോഗികതയും എന്ന വിഷയമാണ്. വിഷയം വായിച്ച് വരുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും മനോജങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ് എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത ഒരു മണിക്കൂർ ദൈവജനത്തിൽ ചിന്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ആരംഭിക്കുകയാണ്. ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1800-കളിൽ സംഭവിച്ച ഒരു കാര്യം. ഹൊറേഷ്യോ സ്പാഫോർഡ് എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന നിലയിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ സംഭവം നടക്കുന്നത്. തനിക്കുണ്ടായിരുന്ന ധാരാളം സ്വത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ അവിടെ ഉണ്ടായ ഒരു വലിയ തീപിടുത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി എല്ലാം നശിച്ചു പോകാനായിട്ടിടയായി. അത് കഴിഞ്ഞ് അധികം താമസിയാതെ തനിക്കുണ്ടായിരുന്ന ഒരു മകൻ അസുഖം വന്നിട്ട് മരിച്ചു പോകാനായിട്ടിടയായി. ഈ വ്യക്തി DL മോഡിയൊക്കെ ആയിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന കൂട്ടുകാരായിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഇവര് ഇംഗ്ലണ്ടിലേക്ക് ഒരു DL മോഡിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഇദ്ദേഹം ബിസിനസ്സുകാരനൊക്കെയാണ്. ഇദ്ദേഹത്തിന് പോകാൻ കുറച്ചുകൂടി വൈകി പോകേണ്ടത് കൊണ്ട് ഭാര്യയും മക്കളെയും ഇദ്ദേഹം നേരത്തെ കപ്പലിൽ അങ്ങോട്ട് അയച്ചു. എന്നാൽ കപ്പൽ യാത്രയിൽ ഉണ്ടായ ഒരു അപകടത്തിൽ ഇദ്ദേഹത്തിൻ്റെ 4 പെൺമക്കൾ ആ അപകടത്തിൽ മരിക്കുവാനായിട്ടിടയായി. ഭാര്യ മാത്രം രക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഇതറിഞ്ഞ് ഭാര്യയുടെ അടുത്തേക്ക് ഇംഗ്ലണ്ടിലേക്ക് വരാനായിട്ട് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ ഈ കപ്പൽ അപകടം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച കപ്പലിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, ഇവിടെ വെച്ചാണ് ആ കപ്പലിന്റെ അപകടം ഉണ്ടായത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ അപകടം ഉണ്ടായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കപ്പലിന്റെ തട്ടില് കയറി നിന്ന് നമുക്കറിയാം ആ സമയത്ത് ഉണ്ടാകാമായിരിക്കുന്ന സങ്കടവും ദുഃഖവും വിഷമവും ഒക്കെ വാക്കുകൾക്ക് വിവരിക്കാനാവുന്നതിലും അധികമാണ്. ഒന്നിനു പുറകെ ഒന്നായി 4 മക്കൾ ഒന്നിച്ച് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആ അവസ്ഥയിൽ ആ ക്യാപ്റ്റൻ അത് പറഞ്ഞപ്പോൾ ഈ കപ്പലിന്റെ തട്ടിൽ കയറി നിന്നിട്ട് താൻ പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഇപ്പോൾ അബിഗയിലും നോബിളും പാടിയത്. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്. അബിഗയിലിന് പ്രത്യേകം നന്ദി. നൽ നീരുറവ പോൽ സമാധാനമോ അലമാല പോൽ ദുഃഖമോ എന്തെന്തു വന്നാലും എൻ്റെ ജീവിതത്തിൽ ചൊല്ലും ഞാൻ എല്ലാം നന്മയ്ക്കായി. ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ വളരെ സങ്കടകരമായിരിക്കുന്ന വിഷമമായിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന ഒരു സമയത്ത് അപ്പോഴും അവിടെ നിന്നുകൊണ്ട് എല്ലാം നന്മയ്ക്കായി എന്ന് പറയുവാനായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം അവിടെ ഇരിക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളുടെ ഇന്നത്തെ വിഷയം ഏബല് പറഞ്ഞതുപോലെ വാക്കുകളിൽ തന്നെ അല്പം കോംപ്ലിക്കേഷനുള്ള വിധത്തിലാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷവും ആസ്വാദ്യതയും അനുഭവിക്കുന്നതിന്റെ അടിസ്ഥാനവും പ്രായോഗികതയും. വളരെ സാധാരണയായിട്ട് സംസാരിക്കുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ ബൈബിൾ എന്ന് പറയുമ്പോൾ ക്രിസ്തീയ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പറയുന്ന ആൾക്കാരാണ്. അതുപോലെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്, സന്തോഷമായിരിക്കുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ബൈബിളിലെ ഉടനീളം ക്രിസ്തീയ സന്തോഷം എന്നുള്ള വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളും വളരെ കോമൺ ആയിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
എന്നാൽ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ പറയുന്ന സന്തോഷവും ആ സന്തോഷം തന്നെയാണോ ബൈബിളില് പൗലോസ് അപ്പോസ്തലനും പത്രോസും യാക്കോബും ഒക്കെ പറയുമ്പോൾ ക്രിസ്തീയ സന്തോഷം, ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഇതിന്റെ അർത്ഥം? ബൈബിൾ വിവക്ഷിക്കുന്ന, ബൈബിൾ അർത്ഥമാക്കുന്ന, ബൈബിളിലെ മാതൃകകളിലൂടെ കാണിച്ചു തരുന്നതായിരിക്കുന്ന കാര്യങ്ങളിലൂടെ എന്താണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നി. നമുക്കറിയാം, ഒരാളെ നമ്മൾ കണ്ടു, ഒരു സഹോദരിയെ നമ്മൾ കാണുമ്പം നമ്മൾ സാധാരണ ചോദിക്കും, എന്തൊരു സഹോദര വിശേഷം, എന്തൊരു സഹോദരി വിശേഷം, സുഖമായിരിക്കുന്നോ, സന്തോഷമായിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് അതിന് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയായിരിക്കും, സഹോദര ഞാൻ സന്തോഷമായിരിക്കുന്നു, കുറച്ച് നാളുകളായിട്ട് ഭയങ്കര അലച്ചിലായിരുന്നു, ഞാനൊരു വീട് പണിയുന്നതിൻ്റെ തിരക്കായിരുന്നു, എന്നാൽ അതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി കയറിക്കൂടി. അല്ലെങ്കിൽ മോൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അഡ്മിഷൻ കിട്ടിയില്ല, ഇപ്പോൾ അഡ്മിഷൻ കിട്ടി, വളരെ സന്തോഷമായിരിക്കുന്നു എന്നായിരിക്കും ഒരുപക്ഷെ പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേറെ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത്, ഓ എന്തു പറയാനാ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്നായിരിക്കും. അസുഖമായിട്ടിരിക്കുകയാണെന്നോ, അല്ലെങ്കിൽ കഷ്ടപ്പെടുകയാണെന്നോ, ഇനി ഇന്ന പ്രശ്നങ്ങളാണെന്നോ ഒക്കെ പറഞ്ഞ് ആ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ ഈ സന്തോഷത്തെക്കുറിച്ചും സന്തോഷത്തോട് ചേർന്ന് പോകുന്ന മറ്റൊരു കാര്യമാണല്ലോ ദുഃഖം അല്ലെങ്കിൽ സഫറിങ്സ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന ചില സംഭവങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് പറയാം, ചില ബന്ധങ്ങളായിരിക്കും. വിവാഹം കഴിക്കാനായിട്ട് അല്ലെ കഴിച്ചവരോട് അല്ലെ വിവാഹം കഴിക്കാൻ പോകുന്നവരോട് ചോദിക്കുകയാണ് സന്തോഷമാണെന്ന് വെച്ചാൽ ദേ ആർ വെരി എക്സൈറ്റഡ്. അപ്പോൾ അവർ പറയാം സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറയും. അത് സന്തോഷത്തിനുള്ള കാരണമാണ്. അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ഒരു കുഞ്ഞിന് പരീക്ഷ എഴുതി കഴിഞ്ഞ് പരീക്ഷ അങ്ങ് പാസ്സായി കഴിയുമ്പം വളരെ സന്തോഷമാണ്. ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് ജോലി കിട്ടിക്കഴിയുമ്പം അത് വളരെ സന്തോഷമാണ്. അതിന്റെ മറുവശവും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾ, ഇപ്പൊ ജോലി കിട്ടുന്നത് സന്തോഷമാണ്, ചിലപ്പം ജോലി കിട്ടിക്കഴിഞ്ഞ് ജോലി പോകുമ്പം അത് അതിനേക്കാൾ വലിയ ദുഃഖം അതിന്റെ അടിസ്ഥാനത്തിൽ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ, ആകസ്മികമായ മരണങ്ങളോ വേർപാടുകള്, അല്ലെങ്കിൽ നമ്മൾ ബിട്രേ ചെയ്യപ്പെടുന്ന, ഡിസ്ക്രിമിനേറ്റഡ് ആകുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ പ്രാധാന്യമില്ല, സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളോ, അങ്ങനെ പല കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൊതുവെ നമ്മൾ സന്തോഷമാണോ ദുഃഖമാണോ അല്ലെങ്കിൽ സങ്കടമാണോ എന്ന് നമ്മൾ തീരുമാനിക്കാറുള്ളത്. അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വളരെ സ്വഭാവമാണ്. നമ്മളങ്ങനെ വളരെ ആലോചിച്ച് പറയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് ഇന്നതാണ് സന്തോഷം, ഇന്നതാണ് ദുഃഖം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ, ചില സംഭവങ്ങളെ, ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. കാരണം ഒരു സംഭവം സന്തോഷമുള്ളതായിരിക്കും, അത് കഴിയുമ്പം അതോ മറ്റുള്ളൊരു സംഭവം അത് സങ്കടം ഉളവാക്കുന്നതായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ സങ്കടം വരുന്നു, സന്തോഷം വരുന്നു, സങ്കടം വരുന്നു, സന്തോഷം വരുന്നു, അങ്ങനെ സീക്വൻഷ്യലായിട്ട് ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ കാണുന്നു, അങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ വിലയിരുത്തുന്നു. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ എടുത്തിട്ട്, ചില സംഭവങ്ങൾ എടുത്തിട്ട്, ഈ ബൈബിളിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ നാം സന്തോഷിക്കുക അല്ലെങ്കിൽ നാം ദുഃഖിക്കുക എന്ന് പറയുന്ന അതേ അർത്ഥത്തിലാണോ എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ 2-3 എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം, ക്രിസ്തീയ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഒരുപക്ഷെ നമ്മളുടെ മനസ്സിൽ വരുന്നത് ഫിലിപ്പ് ലേഖനമായിരിക്കും. പൗലോസിന്റെ വാക്കുകളിൽ സന്തോഷിപ്പിൻ എന്ന് പറയുന്ന ഒരു ബുക്കാണത്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്:
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ആ പ്രസ്താവന തന്നെ, കർത്താവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്നുള്ളത് അങ്ങനെ ആകസ്മികമായിട്ട് അങ്ങനെ വന്നു പോയതല്ല, അങ്ങനെ അറിയാതെ വന്നു പോയതോ അങ്ങനെ ശ്രദ്ധിക്കാതെ ഉപയോഗിച്ചതൊന്നുമല്ല. പൗലോസ് മനഃപൂർവ്വം ദൈവാത്മാവിനാൽ പ്രേരിതനായിട്ട് എഴുതിയ വാക്കുകളാണ്. അപ്പോൾ ഈ വാക്ക് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ സന്തോഷിപ്പിൻ എന്ന് പറയുമ്പം ഏതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്, അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമ്മൾ അതിലൂടെ അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ, അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അതായത് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഇതിന് തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ പറയുന്നത്, കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, ഇമ്മീഡിയറ്റ് പശ്ചാത്തലത്തിൽ പൗലോസ് റെഫർ ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റിന്റെ ഇഷ്യൂ ആണ്. തമ്മിലുള്ള ഒരു ഫൈറ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. അവിടെ യോജിപ്പ് വേണം, അങ്ങനെ ആയിരിക്കരുത് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം കഴിഞ്ഞിട്ട്, അത് പറഞ്ഞിട്ട് 2-ാമത്തെ വാക്യത്തിലാണ്, 2 വാക്ക് കഴിയുമ്പോഴാണ്, ഒരു വാക്ക് കഴിയുമ്പോഴാണ് പൗലോസ് പറയുന്നത് സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അതിന് തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിലേക്ക് വന്നാൽ, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും പൗലോസ് ഒരു റെഫറൻസ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു എന്നാ പറയുന്നത്. അത് ഒരുപക്ഷെ ഫോൾസ്, തെറ്റായ കള്ളപ്രവാചകന്മാരെയോ തെറ്റായ പഠിപ്പിക്കുന്ന ആൾക്കാരെയോ ഒക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും അത് പറയുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അവിടെ ഒരു കാരണവശാലും ഒരു വിധത്തിലും അങ്ങനെ സന്തോഷിപ്പാനായിട്ടുള്ള വക നൽകുന്ന ഒരു വാക്കുകളല്ല അവിടെയും നമുക്ക് കാണുന്നത്. ഒരു കരയുന്ന അവസ്ഥയാണ്. ഒരുപക്ഷെ പൗലോസ് ഓരോ ദിവസവും കിടക്കാനായിട്ട് പോകുമ്പം ഹൃദയഭാരം കൊണ്ട് കരഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വാക്യം കൂടെ ഞാൻ അതിന്റെ തൊട്ട് മുമ്പിലത്തെ ഒരു പശ്ചാത്തലം കൂടെ ഞാൻ പറയട്ടെ. 1-ാം അധ്യായം തന്നെ, ഫിലിപ്പിയർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ ഒരു 17 മുതൽ നമ്മൾ വായിച്ചാൽ, മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അപ്പൊ പൗലോസ് അവിടെ ഒരു പ്രശ്നം റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. താൻ ജയിലിലായിരിക്കുമ്പോൾ തനിക്ക് അവിടെ ബന്ധനങ്ങളിൽ ക്ലേശം വരുത്തുവാൻ വേണ്ടി, ക്ലേശം കൂട്ടുവാൻ ഉതകുന്ന വിധത്തിൽ അതിന് ശ്രമിച്ചുകൊണ്ടും ചില ആൾക്കാര് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു വിധത്തിൽ പറഞ്ഞാൽ കള്ള സഹോദരന്മാരാൽ ഉള്ള പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയും പൗലോസ് പറയുകയാണ്, പിന്നെ എന്ത്, നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും ഞാൻ സന്തോഷിക്കും എന്ന് പറയുകയാണ്. ഇതിന്റെ ബിഗർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പൗലോസ് ജയിലിലാണ് എന്നുള്ളതാണ്. പൗലോസ് ജയിലിൽ നിന്ന് എഴുതുന്ന ഒരു ലേഖനമാണിത്. അപ്പൊ നമ്മൾ ഈ ബുക്കിനെ ശ്രദ്ധിച്ചാൽ, ഈ വേദഭാഗങ്ങളെയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ ശ്രദ്ധിച്ചാല് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മളുടെ ഭാഷയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ അല്ലെങ്കിൽ ആ ചിന്താഗതിയിൽ നമ്മൾ എടുത്താൽ, പൗലോസിന് സന്തോഷിക്കുവാനോ, പൗലോസിന് നമ്മളോട് അല്ലെങ്കിൽ ഓഡിയൻസിനോട്, വായനക്കാരോട് നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് പറയാനോ ആയിട്ടുള്ള യാതൊരു വകയും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കില്ല. പക്ഷെ പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. ഈ പ്രശ്നം ജയിലിലായിരിക്കുമ്പോഴും തൻ്റെ സഹോദരന്മാരാൽ തനിക്ക് പീഡനങ്ങൾ വരുമ്പോഴും കരച്ചിലിന്റെ നാളുകളാണ് തനിക്കുള്ളതെങ്കിലും, കോൺഫ്ലിക്ട്സിന്റെ പശ്ചാത്തലമാണ് അതിനുള്ളതെങ്കിലും, ദുഃഖിക്കാനായിട്ട് 100 തരത്തിലുള്ള കാരണങ്ങൾ പൗലോസിന്റെ മുമ്പിലുണ്ടെങ്കിലും, പൗലോസ് അപ്പോഴും പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു വസ്തുത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതൊരു ഉദാഹരണമായിട്ട് അവിടെ ഇരിക്കട്ടെ. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഇതും നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. ഞാൻ അത് ഒന്ന് വായിച്ച് ഏൽപ്പിക്കാം. നിങ്ങൾക്ക് ആ സംഭവം പരിചയമുണ്ടെങ്കിലും ഞാനത്, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം
അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 11 മുതൽ വായിക്കാം, അല്ലെങ്കിൽ തന്നെ വാക്യം മാത്രം വായിക്കാം. 25-ാം വാക്യം മാത്രം വായിക്കാം, സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കട്ടെ. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, പൗലോസ് ഒക്കെ ഫിലിപ്പിയിൽ എത്തുന്നു. ഫിലിപ്പിയിൽ ഒരു സുവിശേഷം പറയുന്നു, ലക്ഷണം പറയുന്ന ഒരു വെളിച്ചപ്പാടത്തെ കൺഫ്രണ്ട് ചെയ്യുന്നു. അവരെ ഭൂതം വിട്ടുപോവുകയും അങ്ങനെ അവരുടെ യജമാനന്മാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ലാഭം നഷ്ടമാവുകയൊക്കെ ചെയ്തു. അതിന്റെ കോണ്ടെക്സ്റ്റ് അവരെ പിടിച്ച് ജയിലിലാക്കിയിട്ട് കാലാമത്തിലിട്ട് പൂട്ടി എന്നാണ് നമ്മൾ 20, 21, 22 വാക്യങ്ങളൊക്കെ വായിക്കുന്നത്. പക്ഷെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എന്ന് പറഞ്ഞാല് പൗലോസും ശീലാസും ജയിലിലാണ്. എന്ത് തന്നെ സംഭവിക്കുമെന്ന് പോലും അറിയാത്ത വിധത്തില് സങ്കടത്തിലായിരിക്കുകയാണ്, ജയിലിലായിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ നമ്മൾ പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് അവിടെ വായിക്കുന്നത്, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഇത് ക്രിസ്തീയ ഒരു സന്തോഷത്തിന്റെ റിഫ്ലക്ഷൻ ആണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു സന്തോഷവുമില്ല. പക്ഷെ നമ്മളുടെ ഭാഷയിൽ ഒരുപക്ഷെ സങ്കടപ്പെടുവാനല്ലാതെ സന്തോഷിക്കുവാനായിട്ട് അവിടെ കാരണമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. അവിടെ അതിന്റെ പശ്ചാത്തലം ഞാനെന്ന് പറയട്ടെ. യാക്കോബ് അപ്പോസ്തലൻ ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്ക് 12 ഗോത്രങ്ങൾക്ക് എഴുതുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഒരുപക്ഷെ ആദ്യ കാലത്ത് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. പീഡനത്തിന്റെ പേരിൽ ചിതറിപ്പോയ, ദുഃഖത്തിലായിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന വിശ്വാസികൾക്കാണ് എഴുതുന്നത്. ഒരുപക്ഷെ മരണഭയത്തിലായിരിക്കുന്ന വിശ്വാസികൾക്കാണ് എഴുതുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവിടെ അതിനു മാത്രമുള്ള പീഡനം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലെ 8-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു എന്നും എല്ലാവരും ചിതറിപ്പോയി എന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നത് സ്റ്റേഫാനോസ് കല്ലെറിയലിലൂടെ കൊല്ലപ്പെട്ടു എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, വേദനയിലാണ്, സഫറിങ്ങിലാണ്, പെർസിക്യൂഷനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പൗലോസ് അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. ഞാൻ വായിക്കാം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. ഇവിടെ യാക്കോബ് ഉപയോഗിക്കുന്ന വാക്കതാണ്. ഇവിടുത്തെ പശ്ചാത്തലം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വിധത്തിലും സന്തോഷമായിരിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലല്ല. മരണഭയത്തിലാണ് ഇവിടെയും. കൊല്ലപ്പെടാം, ആൾക്കാരൊക്കെ ചിതറിപ്പോയി, ഓരോരുത്തർ എവിടെയാണെന്ന് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അറിയുണ്ടായിരിക്കില്ല, ദുഃഖത്തിലാണ്. അവിടെ ആയിരിക്കുമ്പോഴും യാക്കോബ് അവരോട് പറയുന്നത്, നിങ്ങൾ അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ എന്നാണ്. അപ്പൊ ഈ ഉദാഹരണങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തികൾ ആരും, അത് ഫിലിപ്പിയ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നാലും അപ്പോസ്തല പ്രവൃത്തികൾ, ഇതുപോലെ മറ്റനേകം വേദഭാഗങ്ങൾ നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും അവിടെ ഒന്നും നമ്മൾ പറയുന്ന പോലെ, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെയുള്ള ഒരു സന്തോഷ അനുഭവത്തിന്റെ സന്ദർഭത്തിലല്ല അവരാരുമുള്ളത്. അവരെല്ലാവരും ദുഃഖത്തിന്റെ സന്ദർഭത്തിലാണുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ എല്ലാം നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, സന്തോഷിപ്പിൻ എന്നുള്ള ഉത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ജീവിതാനുഭവത്തിന്റെ റിഫ്ലക്ഷൻസ് ആണ്. അതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ മനസ്സിലാക്കിയ ക്രിസ്തീയ സന്തോഷം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതും ബൈബിളിൽ ക്രിസ്തീയ സന്തോഷം എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഞാൻ ഈ ക്രിസ്തീയ സന്തോഷത്തിന്റെ പ്രത്യേകതകൾ, 2-3 പ്രത്യേകതകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതും കൂടെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
ക്രിസ്തീയ സന്തോഷം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഈ ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉള്ള സന്തോഷം, അത് അങ്ങനെയാണ് ആ വാക്ക്, അല്ലെങ്കിൽ ആനന്ദം എന്നൊക്കെയാണ് ക്രിസ്തീയ സന്തോഷത്തിന്റെ വാക്കുകളുടെ അർത്ഥമൊക്കെ ഞാൻ മലയാളത്തിൽ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അങ്ങനെ കാണാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ സാധാരണ നമ്മൾ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ, ഇമ്മീഡിയറ്റ് ആയിരിക്കുന്ന എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസില്, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതൊരു പക്ഷേ ഒരു ജയമായിരിക്കാം, അതൊരു പക്ഷെ ഒരു പരാജയമായിരിക്കാം, അതൊരു ബന്ധങ്ങളിൽ വന്ന കോട്ടങ്ങളായിരിക്കാം, നേട്ടങ്ങളായിരിക്കാം, എന്തും ആവാം. ആ സാധാരണ ദുഃഖം അല്ലെങ്കിൽ സന്തോഷം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് അതിൽ നിന്ന് ഉണ്ടാകുന്നതായ, നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിരിക്കുന്ന, നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആ ഇമോഷൻസിനെയാണ്, ആ സന്തോഷത്തെയും ദുഃഖത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ കാണുന്നത് പൗലോസും യാക്കോബും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അവരുടെ ക്രിസ്തീയ സന്തോഷമായിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പൗലോസിന് ജയിലിലായിരിക്കുമ്പോൾ സന്തോഷിക്കാൻ വകയില്ല, ദുഃഖത്തിനുള്ള കാരണമാണെങ്കിലും അവർ സന്തോഷിക്കാനായിട്ട് കാരണമായെങ്കിൽ ഈ ഇമ്മീഡിയറ്റ് ആയിരിക്കുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല സന്തോഷമായിരിക്കുന്നത്, ക്രിസ്തീയ സന്തോഷമായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മറിച്ച് അത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് അല്പം അടുത്ത വരുന്ന ഭാഗത്ത് നമ്മൾ കാണുമെങ്കിലും അത് ദൈവവുമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധത്തിന്റെ ഫലമാണ്. ജീവിതത്തിലെ ദുഃഖമാകട്ടെ, ജീവിതത്തിലെ സന്തോഷമാവട്ടെ, ആ ഏതനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അതിനെ ഒക്കെ കവർ ചെയ്യുന്നതായിരിക്കുന്ന ഒരു ദൈവവുമായിട്ടുള്ള ബന്ധം, അതാണ് ഈ ക്രിസ്തീയ സന്തോഷത്തെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായിരിക്കും. നമുക്കറിയാം, അതുകൊണ്ടാണ് പൗലോസിന് അങ്ങനെ പറയാനായിട്ട് സാധിച്ചത്, അതുകൊണ്ടാണ് യാക്കോബിന് അങ്ങനെ പറയാനായിട്ട് സാധിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഈ പറഞ്ഞ സന്തോഷം എന്ന് നമ്മൾ സാധാരണ പറയുന്നതിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഉറവിടം പോലെ അതിനൊരു പ്രത്യേകതയുള്ളത്, അതൊരു താൽക്കാലികമാണ് എന്നുള്ളതാണ്. ഇന്ന് ജോലി കിട്ടി എന്നുള്ളത് എനിക്ക് സന്തോഷം വരുന്നതെങ്കിൽ നാളെ ജോലി നഷ്ടപ്പെടുമ്പോൾ അതെനിക്ക് ദുഃഖം വരുത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് താൽക്കാലികമാണ്, അത് മൊമെന്ററി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോഴും സന്തോഷമാണ്, കുറച്ച് കഴിയുമ്പോൾ അത് സന്തോഷമല്ലാതെ ആയിത്തീരും, അത് ദുഃഖമായി തീരാം, അല്ലെങ്കിൽ മറ്റൊരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വരാം, ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെടാം. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് വേദനയിലും കഷ്ടത്തിലും നഷ്ടത്തിലും ഒക്കെ ഒരേപോലെ നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് നിത്യമായിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന താൽക്കാലികമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മാറി വരുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് ശ്രദ്ധിച്ചാല്, നമ്മൾ ഈ സന്തോഷം എന്ന് സാധാരണ പറയുമ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഓരോരുത്തരെയും തങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവര് ആ സന്തോഷത്തെയോ ദുഃഖത്തെയോ അവര് കൺസിഡർ ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എനിക്കിത് കിട്ടി, എനിക്കിത് നഷ്ടമായി, ഞാൻ ഇതിൽ വിജയിച്ചു, ഞാൻ ഇതിൽ പരാജയപ്പെട്ടു, ഞാൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതല്ല ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്തീയ സന്തോഷത്തിന്റെ ഫോക്കസ് എന്നുള്ളത്. ക്രിസ്തീയ സന്തോഷത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ വാക്തത്വമാണ്, ദൈവത്തിന്റെ വാക്തത്വത്തിലുള്ള ഉറപ്പാണ്, ദൈവിക സമാധാനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ ഞാൻ അതിന്റെ വ്യത്യാസത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചൂണ്ടിക്കാണിക്കട്ടെ. ഗലേഷ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നതിനകത്ത് ഒരെണ്ണം നമുക്കറിയാം സന്തോഷമാണ്, ജോയ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു സൂപ്പർ നാച്ചുറൽ ഇടപെടലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്രിസ്ത്യാനികൾക്ക്, ദൈവമക്കൾക്ക് മാത്രമാണ് ഉള്ളതാണ് എന്ന്. ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതാണ്, ദൈവമക്കൾക്ക് മാത്രമുള്ളതാണ്. വേറൊരു വ്യക്തിക്ക് ആ ക്രിസ്തീയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ക്രിസ്തീയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ഇതെല്ലാം ഈ
ഇതിനെ ക്രിസ്തീയ സന്തോഷത്തെ മറ്റു സന്തോഷങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസിന് ദുഃഖത്തിലായിരിക്കുമ്പോഴും സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ ഒരു പ്രസ്താവന ഇവിടെ പറയുന്നുണ്ട്. നാം ഇങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്, ദുഃഖിതരെങ്കിലും സന്തോഷിക്കുന്നവർ. ഒരു ഒരു കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് പോലെയാണ്. ദുഃഖിതരാണെങ്കിലും സന്തോഷിക്കുന്നവർ. അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ചേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവമക്കളെ കുറിച്ചും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ചും മാത്രമേ അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് പൗലോസ് കാണിക്കുന്ന, ബൈബിൾ വിവക്ഷിക്കുന്ന ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നതാണ്. ദുഃഖത്തിലാണെങ്കിലും സന്തോഷിക്കുന്ന, അതാണ് ക്രിസ്തീയ സന്തോഷം. അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഉറവിടവും ഒക്കെ വ്യത്യാസമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇതാണ് ഈ സന്തോഷം. നമ്മൾ സാധാരണ പറയുന്ന സന്തോഷത്തിൽ നിന്ന് ഈ ക്രിസ്തീയ സന്തോഷത്തെ വ്യത്യസ്തമുള്ളതാക്കി തീർക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷവും അസ്വതയും അനുഭവിക്കുന്നതിന്റെ അടിസ്ഥാനവും പ്രായോഗികതയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് കുറച്ചുകൂടി പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അധികം വിശദമായിട്ടല്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ 3/4 മണിക്കൂർ കൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാത്തതായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇതിന്റെ ഫൗണ്ടേഷൻ? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഈ ക്രിസ്തീയ സന്തോഷം, നമ്മൾ ഈ പറഞ്ഞതായിരിക്കുന്ന ക്രിസ്തീയ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ അതിനെക്കുറിച്ച് ഈ പറഞ്ഞതിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യം ഞാൻ പറയട്ടെ. ക്രിസ്തീയ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദ പേഴ്സണൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഇന്റിമേറ്റ്, അടുത്തുള്ളതായിരിക്കുന്ന ബന്ധമാണ് ഈ ക്രിസ്തീയ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതനുഭവിക്കുന്ന ഈ ഇന്റിമേറ്റ് ആയിരിക്കുന്ന ഈ പേഴ്സണൽ ആയിരിക്കുന്ന റിലേഷൻഷിപ്പ് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഈ ക്രിസ്തീയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ബന്ധമുള്ളവർക്ക് മാത്രമേ ക്രിസ്തീയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയെക്കുറിച്ചും ആ രക്ഷയ്ക്കായിട്ട് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് ദൈവമകൻ എന്ന നിലയിൽ, ദൈവമകൾ എന്ന നിലയിൽ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചും, ദൈവം കരുതുന്ന, ദൈവം പരിപാലിക്കുന്ന, ദൈവം നടത്തുന്ന, ദൈവം നമ്മളുടെ ജീവിതത്തിൽ തരുന്ന ട്രാൻസ്ഫോർമേഷൻസ്, നമ്മളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ബോധം വേണം എന്ന് പറയുവാനായിട്ടുള്ള കാരണം ഇതാണ്. ഈ ഒരു ഇന്റിമേറ്റ് ആയിരിക്കുന്ന റിലേഷൻഷിപ്സ് നമുക്ക് ദൈവവുമായിട്ട് സൂക്ഷിക്കാമെങ്കിൽ മാത്രമാണ്, ആ സമയത്താണ് നമുക്ക് ഈ ക്രിസ്തീയ സന്തോഷം, അതാണ് അതിൻ്റെ ക്രിസ്തീയ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കിയിട്ട് നമ്മളുടെ സന്തോഷവും ദുഃഖവും നമുക്ക് തീരുമാനിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ട് സാധിക്കില്ല. പൗലോസ് പറഞ്ഞ എപ്പോഴും സന്തോഷിപ്പിൻ എന്നുള്ള പ്രസ്താവന ആ ജീവിതത്തിൽ ബാധകമാകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ അതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവവുമായിട്ടുള്ള പേഴ്സണൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവരാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാം. ഞാൻ ആ വാക്ക് ഉപയോഗിച്ച് മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ്. ദ പേഴ്സണൽ ആൻഡ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. വ്യക്തിപരമായ അടുത്ത ആഴമേറിയ ബന്ധം. ദൈവം നമ്മളെ എന്തോരം നമുക്കായിട്ട് കരുതുന്നു, എന്തോരം നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന ബോധ്യമുള്ള ഒരു വ്യക്തിക്കാണ് എപ്പോഴും ഞാൻ പാടും എന്ന് പറയുവാനായിട്ട്, ഏത് സാഹചര്യത്തിലും ഞാൻ പാടും, കർത്താവിനോട് ദൈവത്തിനായി പാടും എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ബോധ്യമാണ്, ആ ഉറപ്പാണ് ക്രിസ്തീയ സന്തോഷം ഉണ്ടാകാനായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം വളരെ ഉപരിപ്ലവമായ ബന്ധവും അത് വളരെ ചുരുങ്ങിയ നിലകളിലും ചുരുങ്ങിയ സമയത്തേക്കും ചുരുങ്ങിയ സാഹചര്യങ്ങളിലും മാത്രമുള്ളതായിട്ടൊക്കെ നിലനിൽക്കുന്നതാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ക്രിസ്തീയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ അടുത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹോപ്പ് ഇൻ ഗോഡ്സ് പ്രോമിസസ്. ദൈവത്തിന്റെ പരിപാടിയിലും വാഗ്ദത്തങ്ങളിലുമുള്ള ഉറപ്പ്, അതിലുള്ള പ്രത്യാശ, അതാണ് നമ്മളുടെ
സന്തോഷത്തിൻ്റെ മറ്റൊരു അടിസ്ഥാനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബൈബിൾ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴും ബൈബിൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും നമ്മൾ കാണുന്നത് ശിഷ്യന്മാരെയും അതിനുശേഷം വിശ്വാസികളെയും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് ഡ്രൈവ് ചെയ്ത ബലത്തോടുകൂടി, ശക്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് അവരെ സഹായിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ദൈവം പറഞ്ഞ കാര്യങ്ങളിലുള്ള ഉറപ്പ്, സംഭവിക്കാനായിട്ട് പോകുന്ന നമ്മളുടെ പ്രത്യാശയുടെ വിഷയത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് അതിന് കാരണമായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോഴും അത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം ബോധ്യമുണ്ടോ, എത്രത്തോളം നമുക്ക് ഉറപ്പുണ്ടോ, അത്രത്തോളം നമുക്ക് സന്തോഷമായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, യേശുക്രിസ്തു എത്രയോ കാരുണ്യത്തോടു കൂടിയാണ് യേശുക്രിസ്തു നമ്മളോട് ഇടപെടുന്നത്. അപ്പോസ്തലന്മാര്, ശിഷ്യന്മാര് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചോടുകൂടി അവരുടെ പ്രതീക്ഷയൊക്കെ ഏറ്റ് അവർ പോകുന്നു. പക്ഷേ അവര് പിറ്റീട് യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്കിലേക്ക് സ്ത്രീകൾ വരുമ്പോൾ, നിരാശയുടെ മനസ്സുമായിട്ട് വരുന്ന സ്ത്രീകൾ വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, അവിടെ നടത്തുന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത്, അവൻ ഇവിടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് നമ്മൾ മത്തായി സുവിശേഷം 28:6 നമ്മൾ വായിക്കുന്നത്. അവരുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് അവിടെ. അവർക്ക് ആ ധൈര്യമാണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് വായിക്കുകയാണെങ്കിൽ, യേശുക്രിസ്തു കടൽക്കരയിൽ ചെന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 21:5 വായിക്കുമ്പോൾ അവിടെ കർത്താവ് കരുണയോടുകൂടി ഇടപെടുകയാണ്. വീണ്ടും ആ വാക്കുകൾ എത്രയോ ആശ്വാസകരമായ വാക്കുകളാണ്, എത്രയോ സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. കർത്താവ് എന്ന് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രത്യാശ വീണ്ടെടുത്ത് കൊടുക്കുവാനായിട്ടാണ് കർത്താവ് വരുന്നത്. കർത്താവ് അവരുടെ അടുത്തേക്ക് വരികയാണ്, കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി വന്ന് അവർക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് അവർക്ക് ആ ഉറപ്പ് വരുവാനായിട്ടുള്ള കാര്യം. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അവര് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ ശിഷ്യന്മാർ കണ്ടു. അവര് അങ്ങനെ കണ്ട് അവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് യേശുക്രിസ്തു അവരിങ്ങനെ നോക്കി നിൽക്കെ യേശുക്രിസ്തു ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്യുകയാണ്. അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു മേഘം വന്ന് യേശുക്രിസ്തുവിനെ മറയ്ക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ ആ സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്താണ് എന്ന് എനിക്കറിഞ്ഞില്ല. ഒരു പക്ഷേ അവർക്ക് അല്പം ആകുലതയായിരിക്കും ഉണ്ടായിരുന്നത്. എന്താണ് ഈ സംഭവിച്ചതെന്നുള്ളത് അവർക്ക് അറിയുണ്ടായിരിക്കില്ല. ഒരു കൺസേൺ പോയിന്റിലായിരിക്കും ഒരു പക്ഷെ അവരായിരുന്നത്. പക്ഷെ നമ്മളവിടെ വായിക്കുന്നത് ആ സമയങ്ങളിലൊക്കെ അവിടെ ഒരു ഇൻവോൾവ്മെന്റ്, ഒരു സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ഒരു ഇടപെടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗലീല പുരുഷന്മാരെ, നിങ്ങളെ എന്തിന് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു? നിങ്ങളുടെ ഇടയിൽ നിന്ന് ആകാശത്തിലേക്ക് എടുത്തുകൊണ്ടുപോയ ഈ യേശു, നിങ്ങൾ അവനെ കാണും പോലെ. ഇത് ഈ വേർഷൻ വരെയാണ്, ഞാൻ ഇതിൽ നിന്ന് വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളില് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. എങ്ങനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായിട്ട് കണ്ടോ, അതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, തുടർമാനമായിട്ട് അവരുടെ പ്രത്യാശയെ ഉറപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും ഇവിടെ മാത്രമല്ല, ഈ വാക്കുകൾ മാത്രമല്ല, പിന്നീട് കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ കൃത്യമായിട്ടാണ്, എത്രയോ ക്ലാരിറ്റിയോട് കൂടിയാണ് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികൾക്ക് എഴുതി കൊടുക്കുന്നത്. തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്നാണ് പറയുന്നത്. ഇന്നതാണ് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ക്രിസ്തീയ സന്തോഷത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ, നമ്മളുടെ പ്രത്യാശയുടെ ഉറപ്പാണ്. നമ്മൾ ആൾക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. ചില ആൾക്കാർ എന്തെങ്കിലും പ്രയാസങ്ങളുടെയോ അസുഖത്തിലൂടെയോ കടന്നു പോകുമ്പോൾ ചില ആൾക്കാർ നോക്കിയാൽ അവർക്ക് നിരാശയായിരിക്കും. ചില ആൾക്കാർ അവർക്ക് പ്രത്യാശയെക്കുറിച്ചൊന്നും യാതൊരു സംശയമില്ല. അവരത്ര കോൺഫിഡൻ്റ് ആണ്. നമ്മൾ എങ്ങനെ അവരെ ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പം അവർ നമ്മളെ ആശ്വസിപ്പിച്ചിട്ട് തിരിച്ചുവിടുന്നതായിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത്, ആ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രത്യാശയിലുള്ള ധൈര്യമാണ്.
ഉറപ്പാണ്. കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവ് പോയതുപോലെ തന്നെ വരും എന്നുള്ള ഉറപ്പാണ് അവരെ അതിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം അത് വേറൊരു അടിസ്ഥാനമായിട്ട് ഞാൻ പറയട്ടെ, കർത്താവുമായിട്ടുള്ള ബന്ധം, കർത്താവിൻ്റെ വാക്തത്വങ്ങളിലുള്ള ഉറപ്പ്, പ്രത്യാശ, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഏതാനും വാക്കുകളും സാഹചര്യങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ക്രിസ്തീയ സന്തോഷത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇത് വളരെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ഒരു പ്രവർത്തനം അതിനകത്തുണ്ട്, വിശ്വാസികൾക്കുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തെ അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് എന്ന് നമ്മുടെ അങ്ങനെയാണല്ലോ. ദൈവത്തിൻ്റെ നമ്മൾ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവരുടെ ഉള്ളത്തിൽ വരികയും തൻ്റെ ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവ് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും തങ്ങൾക്ക് ബോധ്യം വരുത്തുകയും തങ്ങളെ കറക്റ്റ് ചെയ്യുകയും തങ്ങളെ നടത്തുകയും തങ്ങളെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതായിരിക്കുന്ന ഒരു തുർമാനമായ ആത്മീയ പ്രക്രിയ, ഒരു പ്രോസസ് പരിശുദ്ധാത്മാവിലൂടെ എല്ലാ വിശ്വാസികളും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും ഇതിൻ്റെ ഒരു അടിസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഒറ്റ നോട്ടത്തിൽ, ഒറ്റ വാക്കുകളിൽ ഇതിന്റെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധവും അവൻ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലുള്ള ഉറപ്പുമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യവും കൂടെ ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രായോഗികത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് അത് പ്രായോഗികമാണ് എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഈ വിഷയം ഈ ഗ്രൂപ്പിലിട്ടപ്പോൾ ഒരാൾ എനിക്കൊരു മെസ്സേജ് ഇങ്ങനെ അയച്ചു. ഞാൻ ആ മെസ്സേജിന്റെ ഏതാനും ഭാഗങ്ങൾ ആരാണ് അയച്ചതെന്ന് സൂചിപ്പിക്കാതെ ഞാൻ വായിക്കട്ടെ. ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്: പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കുക ആയിരുന്നില്ല എന്ന് പറയുവാൻ കഴിയുന്ന വാക്യങ്ങളുണ്ട്. തൻ്റെ വിളിയും ദൗത്യവും, വരുവാനുള്ള തേജസ്, മഹിമ, അനുഗ്രഹങ്ങൾ ഓർത്ത് ഉപദ്രവങ്ങൾ, കഷ്ടങ്ങൾ, നിന്ദ, പരിഹാസം എല്ലാം സഹിക്കുകയായിരുന്നില്ലേ? യേശുവും തൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള സന്തോഷമോർത്ത് അപമാനം, ക്രൂശ് അലക്ഷ്യമാക്കിയതുപോലെ. ആ പ്രസ്താവന ശരിയാണ്, അതിനകത്ത് തെറ്റില്ല. പൗലോസിന് വേദനയില്ല എന്നുള്ളതല്ല അതിനർത്ഥം. പൗലോസിന്റെ വേദനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. താൻ അക്കമിട്ട് തൻ്റെ ജീവിതത്തിലൂടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദുഃഖമില്ല എന്നുള്ളതല്ല അതിനർത്ഥം. ഞാൻ ടിം കെല്ലർ എന്ന ദേവദാസൻ എഴുതിയ ഒരു പ്രസ്താവന ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ജോയ് ഈസ് നോട്ട് absence of suffering, it is the presence of God. Joy is not absence of suffering, it is presence of God. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു വാക്തത്വം, ഒരു സങ്കടവും ഇല്ലാത്തൊരു വാക്തത്വം ഇല്ല എന്നുള്ളൊരു വാക്തത്വം നമുക്കില്ല. നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള സങ്കടങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നവരാണ്. അതല്ല ഈ ക്രിസ്തീയ സന്തോഷത്തെ നിയന്ത്രിക്കുന്നതായ കാര്യം. ആ അവസ്ഥകളിലും ആ ദുഃഖത്തിലും ആ സന്തോഷത്തിലും ഒക്കെ നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. അതിനെ ഓവർകം ചെയ്യുന്ന, അതിനെ കവർ ചെയ്യുന്നതായിരിക്കുന്ന ഒരു ക്രിസ്തീയ സന്തോഷമുണ്ട് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പൗലോസിന് ശരിയാണ്. പൗലോസിന് വേദനയുണ്ട്, യാക്കോബിന് വേദനയുണ്ട്, നമ്മളെല്ലാവർക്കും വേദനയുണ്ട്. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ വ്യക്തിക്ക്, പാട്ടെഴുതിയ വ്യക്തിക്ക് വേദനയുണ്ട്. ചരിത്രം ഉടനീളം നോക്കിയാൽ വേദനയിലൂടെയും കഷ്ടപ്പാടുകളിലും തുടർച്ചയായിട്ടാണ് നമ്മൾ കടന്നുപോയത്. അതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. വേദനിക്കുമ്പോൾ വേദനയും സന്തോഷിക്കുമ്പോൾ സന്തോഷവുമല്ല ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത്. ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും എല്ലാം വരുമ്പോഴും അതിനെയൊക്കെ കവർ ചെയ്യുന്നതായിരിക്കുന്ന, അതിനപ്പുറം നിൽക്കുന്നതായിരിക്കുന്ന, അതിന് മേൽ ആയിരിക്കുന്ന ഒരു ദൈവിക ബന്ധമാണ്, ദൈവിക സന്തോഷമാണ് ഈ ക്രിസ്തീയ സന്തോഷം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇതിന്റെ പ്രായോഗികതയെക്കുറിച്ച് പറയട്ടെ. പ്രായോഗികതയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്കിലും ഞാൻ അതിന്റെ പ്രായോഗികത തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം പ്രായോഗികമായിട്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്.
ഇവരുടെ ഈ എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്കത് പ്രായോഗികമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവജനത്തിന്റെ വചനത്തിൽ നിന്ന്, പേജുകളിൽ നിന്ന് നമുക്കത് പ്രായോഗികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാലും അതിന്റെ പ്രായോഗികമായ എങ്ങനെയാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു, അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയാം. ഇതും അങ്ങനെ കോംപ്രഹെൻസീവ് ആയ ഒരു ലിസ്റ്റ് ഒന്നുമല്ല, ഏതാനും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഞാനിങ്ങനെ എഴുതിയത് ഇങ്ങനെയാണ്: ജീവിത പ്രതിസന്ധികളിലുള്ള വൈകാരിക സമചിത്തത എന്ന്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തീയ സന്തോഷം അനുഭവിക്കുന്നവർക്കുള്ള ഒരു പ്രത്യേകതയായിട്ട് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത തരത്തിലുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിനിടയിലും നമുക്കൊരു സമചിത്തത പാലിക്കുവാൻ നമുക്ക് സാധിക്കും, ഈ വ്യക്തികൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണമാണല്ലോ അപ്പോസ്തല പ്രവൃത്തികളിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. പാടി സ്തുതിക്കുവാനായിട്ട് പൗലോസിനും ശീലാസിനും സാധിച്ചതിന് കാരണം അതാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് പത്രോസിനെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്: ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ഞാൻ അതിനെ ചിന്തിക്കുന്നത്, താന് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു, പടയാളികള് 2 പേർ അപ്പുറം ഇപ്പുറേ നിൽക്കുന്നു, അതിന് കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ആണ് വൈകാരികമായ സമചിത്തത എന്ന് പറയുന്നത്. അത് സാധിക്കും, അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ മറ്റ് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കത് കാണാം. വളരെ തികച്ചും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ, തികച്ചും വിഷമകരമായ സാഹചര്യങ്ങളിൽ അവര് വളരെ ബാലൻസ്ഡ് ആയിട്ട് ചിന്തിക്കുകയും കർത്താവിലുള്ള ആശ്രയം മുറുക്കെ പിടിക്കുകയും സന്തോഷത്തോടു കൂടി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും നമ്മുടെ ലൈഫിലെ നമ്മളുടെ മനോഭാവങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അവര് ഇതിനൊറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ, അവര് നഷ്ടത്തിൽ തളർന്ന് അടിഞ്ഞു പോകുന്നവരല്ല, അവര് നേട്ടത്തിൽ അഹങ്കരിക്കുന്നവരുമല്ല. ഇതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് നമുക്ക് ഇത്തരത്തിലുള്ള വ്യക്തികളെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നൈമിഷികമായിരിക്കുന്ന കാര്യങ്ങൾ, സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവര് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവരല്ല, മറിച്ച് അതിനെ തെറ്റായ വിധത്തിൽ, അതിനെ ഓവറായിട്ട് സ്വാധീനിക്കുന്നതല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ നഷ്ടം വരുമ്പോൾ ആൾക്കാര് പരാതി പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, വീണുപോയി, നിരാശപ്പെട്ട് സഭയിൽ നിന്ന് പോകുന്നു, ആൾക്കാരിൽ നിന്ന് അകലുന്നു, ആൾക്കാരെ കുറ്റം പറയുന്നു, അങ്ങനെ പല തരത്തിലുള്ള മനോഭാവങ്ങൾ, ഇടപെടലുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതുവെ അങ്ങനെ റിയാക്ട് ചെയ്യുന്നവരല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നേട്ടത്തിലാകട്ടെ, അത് കോട്ടത്തിലാകട്ടെ. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേട്ടം വരുമ്പോൾ നമുക്ക് അഹങ്കരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് അഹങ്കരിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് കർത്താവാണ്. കർത്താവിലുള്ള പ്രത്യാശയാണ് വിഷയം. അതിന് മാറ്റം വരുന്നില്ല. നമ്മളുടെ താൽക്കാലികമായ ഗുണമോ നേട്ടം കൊണ്ടോ കോട്ടം കൊണ്ടോ അതിന് മാറ്റം വരാത്തിടത്തോളം കാലം അവരെ അത് സ്വാധീനിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് പ്രായോഗികമായ വളരെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ജീവിത ലക്ഷ്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. The perspectives of life, the transformations in the perspective of life. അതാണ് വേറൊരു കാര്യം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം. ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് അറിയാം. കാരണം നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുന്നത്. ഒരു ലോങ് ഇറ്റേണൽ പെർസ്പെക്റ്റീവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ആ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ഫൈൻ ട്യൂൺഡ് ആയി വരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായ ഒരു കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോവുകയും
ആ കാഴ്ചപ്പാടുകളിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറ്റപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പെർസ്പെക്റ്റീവാണ് വിച്ച് ഇസ് എ ലോങ് ടേം പെർസ്പെക്റ്റീവ്, വിച്ച് ഇസ് എ ഇറ്റേണൽ പെർസ്പെക്റ്റീവ്. ഇന്നത്തെയും നാളത്തെയുമല്ല, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവരെ സ്വാധീനിക്കുന്നു, അവരെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് പ്രായോഗിക ഇംപ്ലിക്കേഷൻ ഇല്ലേ? തീർച്ചയായിട്ടും അതിന് പ്രായോഗിക ഇംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ അതിനോട് ചേർത്ത് പറയാവുന്നതാണ്, നമ്മളുടെ ശുശ്രൂഷകൾക്കും നമ്മളുടെ ഔദാര്യത്തിനും ജനറോസിറ്റിക്കും ഒക്കെ ഉത്സാഹം പകരുന്ന ഒരു കാര്യമാണ് ഇത്. നമുക്ക് ഒരാൾക്കും ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളും തടസ്സങ്ങളും അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെന്റ്സും കുറ്റവും കുറവും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും മിനിസ്ട്രിയും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സാധിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ സന്തോഷവും ഈ ഉറപ്പുമാണ് എന്ന് നമുക്ക് കാണാം. വേറെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വിസിബിൾ ടെസ്റ്റിമണി. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, നമ്മളെങ്ങനെ നമ്മളുടെ സന്തോഷം നമ്മൾ പ്രകടമാക്കുന്നു എന്നുള്ളതൊക്കെ അവിശ്വാസികളായിരിക്കുന്ന വ്യക്തികൾക്കും വിശ്വാസികളായ വ്യക്തികൾക്കും ഒരേപോലെ ഒരു ടെസ്റ്റിമണിയാണ്, ഒരു എക്സാമ്പിളായിട്ട് നിൽക്കുന്നതാണ് എന്ന് നമുക്ക് കാണാം. എത്രയോ പേരങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് ഇത്ര ബുദ്ധിമുട്ടിൽ കൂടെയാണ് പോകുന്നതെങ്കിലും അവർക്ക് യാതൊരു കുലുക്കവുമില്ല, എത്രയോ ശക്തിയോടുകൂടിയാണ് അവർ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ ആക്ച്വൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളെ നമ്മൾ സ്വാധീനിക്കുകയാണ് എന്നുള്ളതാണ്. ആർ ലൈഫ് ഈസ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ്. നമ്മളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരെ ആയിരിക്കാം, അവിശ്വാസികളെ ആയിരിക്കാം. അതുപോലെ തന്നെ അതിന്റെ മറുവശവും അങ്ങനെയാണ്. നമ്മൾ അഹങ്കരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതും അങ്ങനെ ഒരു തെറ്റായ ടെസ്റ്റിമണിക്ക് കാരണമാകും. പക്ഷെ ക്രിസ്തീയ സന്തോഷവും ദൈവാശ്രയമുള്ളവരാണെങ്കിൽ അതൊരു വ്യക്തമായ വിസിബിൾ ആയിരിക്കുന്ന, മറ്റുള്ളവർക്ക് കാണത്തക്കതായിരിക്കുന്ന ഒരു ടെസ്റ്റിമണി ആയിട്ട് നമുക്ക് നിൽക്കും. അത് നമ്മളുടെ മറ്റുള്ളവരെ സ്വാധീനിക്കുവാനായിട്ട്, കർത്താവിലേക്ക് സ്വാധീനിക്കുവാനായിട്ട് അതൊരു കാരണമായി തീരും. വേറൊരു കാര്യം പറയാനായിട്ട് സാധിക്കുന്നത് ദി ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്ന് പറയുന്നത്. ഇതൊക്കെ കണക്റ്റഡാണ് എങ്കിലും ഒരു an attitude of gratitude അത് നമ്മളുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട്, കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഉദാഹരണങ്ങൾ പറയുവാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. നമുക്ക് അതിനുള്ള സമയമില്ല. 45 മിനിറ്റ് കൊണ്ട് ചുരുക്കം കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെ ഈ പ്രായോഗികതയെക്കുറിച്ച് ഞാനിങ്ങനെ പറയട്ടെ. ക്രിസ്തീയ സന്തോഷം അനുഭവിക്കുക എന്നുള്ളതും അതിന് ജീവിതത്തിൽ നമ്മളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതും അത് പ്രായോഗികമാണെന്നുള്ളതും യാതൊരു തരത്തിലും അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമല്ല. നമുക്കത് അനുഭവിക്കാനായിട്ടും മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കാനായിട്ടും നമുക്ക് സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ പോകുവാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആദ്യം ഞാൻ ആ സംഭവകഥയിലൂടെ പറഞ്ഞതുപോലെ, പാട്ടിൽ നമ്മൾ കേട്ടതുപോലെ, ഹൊറേഷ്യ എന്ന് പറയുന്ന ആൾക്ക് ആ കപ്പലിന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് അങ്ങനെ പാടുവാൻ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ, നൽ നീരുറവ പോൽ സമാധാനമോ അലമാല പോലെ ദുഃഖമോ എന്തു വന്നാലും എൻ്റെ ജീവിതത്തിൽ ചൊല്ലും ഞാൻ എല്ലാം നന്മയ്ക്കായി എന്ന് പറയാൻ കാരണമാക്കിയത് ഈ ക്രിസ്തീയ സന്തോഷമാണ്. ഈ വാക്കുകൾ ആ സന്തോഷത്തിൽ നിന്ന്, ആ സന്തോഷത്തെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് മാറ്റിവെക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിൽ നിന്ന് വന്ന വാക്കുകളാണ്. അതിനുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ എഴുതുവാനായിട്ട് സാധിച്ചത്. നൂറ്റാണ്ടുകളായിട്ട് ആ പാട്ട് മറ്റനേക ജീവിതങ്ങളെ സ്വാധീനിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഹി വാസ് എ വിസിബിൾ ടെസ്റ്റിമണി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ സന്തോഷം നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന സന്തോഷവുമായിട്ട് വ്യത്യസ്തമാണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. വ്യത്യസ്ത എന്ന് പറയുന്നത്, അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് കർത്താവിലും കർത്താവിൻ്റെ പരിപാടിയിലും
കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലും അടിസ്ഥാനപ്പെട്ടതും ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ സംഭവിക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ച് മാറിപ്പോകാത്തതുമാണ് എന്നുള്ളതാണ്. അത് നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കുന്നതാണ്. ആ സന്തോഷം നമുക്ക് അനുഭവിപ്പാനും അത് മറ്റുള്ള ആൾക്കാരിലേക്ക് പാസ് ഓൺ ചെയ്യുവാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. നമ്മളുടെ കാഴ്ചപ്പാടുകളെയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും മാറ്റുവാനായിട്ട് അത് സഹായിക്കുന്നതാണ്. അത് മറ്റുള്ളവർക്ക് പകരപ്പെടും. വളരെ പ്രായോഗിക പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ കാണുവാനായിട്ട്, ശരിയായ ക്രിസ്തീയ സന്തോഷം അനുഭവിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിനും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും ഉറച്ചിരിക്കുന്നവരായി നമുക്ക് തീരാം. എന്തു വന്നാലും എല്ലാം നന്മയ്ക്കായി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാനും ഉറച്ചിരിപ്പാനായിട്ടും കർത്താവ് നമ്മളെ എവരെയും സഹായിക്കട്ടെ. തിരുനാമം മഹത്വപ്പെടുവാനാകട്ടെ. താങ്ക് യു മനോജ് അങ്കിൾ. ഈ വിഷയം ഞാൻ ആദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചോദ്യങ്ങൾ ഞാനിങ്ങനെ എഴുതി വെച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം ആ മെസ്സേജിൽ നിന്ന് കിട്ടി. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് വാസ്തവത്തില് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ടോ, അതോ ശരിക്കും ഉള്ളതാണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ആദ്യം വന്നത്. പിന്നെ ഒരു ചോദ്യം മനസ്സിലേക്ക് വന്നത്, ബൈബിളിലേക്ക് നോക്കുവാണെങ്കിൽ മനുഷ്യരുടെ സ്വാഭാവിക ആഗ്രഹങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് ദൈവം തന്റെ പ്രമാണങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷിക്കാനായിട്ട് കഴിയുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഇനി ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എത്ര സന്തോഷകരമാണെങ്കിൽ എന്തുകൊണ്ടാ അനേക ആൾക്കാര് കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് വരാതിരിക്കുന്നതെന്ന് ചിന്തിച്ചത് മറ്റൊരു ചോദ്യമായിരുന്നു. അപ്പോഴ് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അതിനെ കുറിച്ച് നമുക്ക് വ്യക്തത കൂടുതലായിട്ട് വന്നത്. നമ്മളങ്ങനെ കേവലം ചിന്തിക്കുന്ന പോലെ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന പ്രാഥമികമായിട്ട് വരുന്ന ചിന്ത പോലെയുള്ള ഒരു കാര്യമല്ല ക്രിസ്ത്യൻ ജോയ്, ക്രിസ്തീയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് വളരെ ആഴമുള്ള അർത്ഥമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് അതിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനം എന്താണെന്നും അതുപോലെ അതിന്റെ പ്രായോഗിക സൈഡുകള് ചില ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടു. എന്തായാലും താങ്ക് യു അങ്കിൾ. ദൈവത്തിന് നന്ദി പറയാം.